അപ്പോൾ ഇപ്പം നമ്മൾ എത്ര ഹെയർ പിൻ ബെൻസാണ് കഴിഞ്ഞ ടോട്ടലായിട്ട്? 7ാമത്തെ കഴിഞ്ഞ മൊത്തം 9. Hey guys, welcome back to the channel. This is KMN Diaries. So നമ്മൾ കുറേ നാളിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഞാൻ ഈ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഫാമിലി വ്ളോഗ്സ് ഇടുന്നത്. So this vlogs are not related to bike or bike contents. So for next 3 to 4 days നിങ്ങൾ കാണാൻ പോകുന്ന ഫാമിലി ടൂർ ആയിരിക്കും. With us you are going to see and witness whole the beauty of Wayanad. സോ ഗൈസ് ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇപ്പം മണി 6:30 ആയി. ഓൾമോസ്റ്റ് ഞങ്ങളൊരു 20-25 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇനി ഓൾമോസ്റ്റ് ഒരു 150 to 200 കിലോമീറ്റേഴ്സിനടുത്തുണ്ട്. ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് GPS ഓൾമോസ്റ്റ് ഒരു സുൽത്താൻ ബത്തേരി എത്താൻ ഇനി ഒരു 3 hours എടുക്കും. ട്രാഫിക്കൊക്കെ ഉണ്ടാവും. പിന്നെ റോഡ് ഭയങ്കര മോശമാണ്. റോഡ് നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് സ്റ്റേറ്റ് ഹൈവേ 2 lane റോഡാണ്. തിരക്കൊന്നുമില്ല. രാവിലെ ഇപ്പോൾ ടൈം ഇപ്പോൾ ഒരു 6:30 ആയി. പിന്നെ ടെമ്പറേച്ചർ 25 degrees Celsius ആണ്. പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ഇതുവരെ ശരിക്കും വെളിച്ചം വന്നിട്ടില്ല, ബട്ട് കുറച്ച് ഇരുട്ടായിട്ടല്ല. പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ട്രാഫിക് ഇത്തിരി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 3 hours എത്തും നമ്മൾ എന്തായാലും. ഏകദേശം 25 ലിറ്റേഴ്സിൻ്റെ ഫ്യൂവൽ അടിച്ചു. ഇപ്പം നമ്മളിതിലുള്ളത് കാലിക്കറ്റ് വയനാട് റോഡ് എന്നാണ് കാണിക്കണത്. സോ ഇനി ഏകദേശം ഒരു 2 hours ജേർണി ഉണ്ടാവും. നിയർ അബൌട്ട് 70 kilometers ആണ് കൽപ്പറ്റയിലേക്ക്. അവിടെ നിന്ന് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടാവും കൽപ്പറ്റയിൽ നിന്ന്? കൽപ്പറ്റയിൽ നിന്ന് ഒരു 60 kilometer ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു 140 kilometers കൂടി ഉണ്ട് ഇനി ടോട്ടൽ വയനാട് എത്താൻ. ഓൾമോസ്റ്റ് ഒരു 3 hours കണക്കൂട്ടിയാലും അത്രയൊക്കെ ആവും. ഗൈസ് ഇപ്പം ഏകദേശം താമരശ്ശേരി ചുരം അടുത്തെത്താറായി. ഇനി കൽപ്പറ്റയിലേക്ക് ഒരു 40 kilometers കൂടി ഉണ്ട്. അപ്പോൾ റോഡ് കണ്ടീഷൻ കുറച്ച് വേസ്റ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 2 hours ഒരു 1.5 hours ഞങ്ങൾ എത്തും. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പെട്രോൾ ബങ്കിലാണുള്ളത്. ഒരു പെട്രോൾ ബങ്കിലാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞു, 2ാമത് ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞു. നമ്പർ ഓഫ് ഹെയർ പിൻ ബെൻഡ്സ് മാത്രമല്ല, സ്ലോപ്പും കൂടുതലാണ്. ക്രിട്ടിക്കൽ ഹെയർ പിൻ ബെൻഡ്സ് ആണ്. ഇപ്പോൾ മുമ്പത്തെക്കാളും കുറച്ച് റോഡൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വിത്ത് കൂട്ടി സൈഡിലുള്ള മറ്റേ പാരപ്പട്ട് വാൾ ഇതെല്ലാം ബാരിക്കേഷൻ ഇതെല്ലാം ചെയ്തിട്ട് ഒന്ന് സേഫ്റ്റി ആയിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പഴയമാരുള്ള ആക്സിഡൻറ്റ്സ് ഇപ്പോൾ കുറവാണ്. നമ്മൾ കെയർഫുള്ളായി ഓടിക്കണം. പിന്നെ ഇത് വയനാട് എന്ന് പറഞ്ഞാൽ ഒരു 2-3 days വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ പറഞ്ഞത്. ഇത് V ഷേപ്പിലുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞു. V ഷേപ്പ്, അത് 1 side പോയി കഴിഞ്ഞാൽ തിരിച്ചു പോയി തന്നെ 1 ദിവസം എടുക്കും. പിന്നെ നെക്സ്റ്റ് ഡേ മിനിമം 2 days വേണം. 3 days ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് എല്ലാ പ്ലേസും വിസിറ്റ് ചെയ്തിട്ട് പോവാം. സോ എപ്പോഴും 3 nights അറ്റ്ലീസ്റ്റ് വേണം. അപ്പോഴേ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് റോഡൊക്കെ തുടങ്ങിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ല റോഡ് എങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്ക് GPS കണ്ടാൽ മനസ്സിലാവും എത്ര ഹെയർ പിൻ ബെൻഡ്സും കാര്യങ്ങളൊക്കെയാണ്.
നല്ല ഒരുവിധം നല്ല ടേണിംഗ് ഉള്ള ഇതാണ് സ്ഥലമാണ് അതൊക്കെ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഏകദേശം ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ് എത്തിയിട്ടുള്ളൂ, അപ്പോഴേക്കും ഈ ഒരു നല്ല എലിവേഷൻ വന്നു. ഇത് ജസ്റ്റ് ഒരു ബെൻഡാണല്ലേ, ഹെയർ പിൻ ബെൻഡ് എന്ന് തോന്നുന്നില്ല. ഹെയർ പിൻ ബെൻഡ് തന്നെയാണ്, പക്ഷെ സൈൻ ബോർഡും ഒന്നും ഇല്ല അതിൽ. ഹെയർ പിൻ ബെൻഡ് വിത്ത് കൂട്ടി നോക്ക്, ഇൻക്രീസ്ഡ് വിത്ത് ഓഫ് ദ കർവ്. അപ്പോൾ ഇത് മറ്റേ ട്രക്സിനൊക്കെ വേണ്ടിയിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഷാർപ്പ് കുറച്ചുകൂടെ. ഇത് കുറച്ചുകൂടി ന്യൂലി കൺസ്ട്രക്റ്റഡ് റോഡ് മാതിരിയുണ്ട് കാണുമ്പോൾ. നല്ല വെൽ മെയിൻറ്റൈൻഡ് റോഡാണ്. ഓക്കെ, ഇതാണ് ഹെയർ പിൻ ബെൻഡ് നമ്പർ 3. ടോട്ടല് 9 ഹെയർ പിൻ ബെൻസ് ആണ് ഉള്ളത്. അതിലിപ്പോ 7 എണ്ണം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ടോട്ടൽ 9 ഹെയർ പിൻ ബെൻസിൽ നമ്മൾ 7 ഹെയർ പിൻ ബെൻസ് കഴിഞ്ഞു. അപ്പോൾ ഓരോ ഹെയർ പിൻ ബെൻസിൻ്റെയും ഇടയിൽ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറേ ഹെയർ പിൻ ബെൻസ് ആയിട്ട് തോന്നും. ബട്ട് ഓൺലി 9 ഹെയർ പിൻ ബെൻസേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം കുറച്ചുകൂടി ന്യൂലി കൺസ്ട്രക്റ്റഡ് റോഡായതുകൊണ്ട് കുറച്ചുകൂടി വൈഡ് ആയിരുന്നു, കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ റോഡായിരുന്നു. ഇപ്പം മുകളിൽ പോകുമ്പോഴേക്കും പഴയ റോഡാണ് അവർ ഇനി റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടില്ല അതിൻ്റെ. ഹെയർ പിൻ ബെൻസ് അല്ല ഇതിന്റെ കാര്യം, ഇതില് എല്ലാം ബെഞ്ചുകളാണ്, ഫുൾ ബെഞ്ചാണ്. ഹെയർ പിൻ അല്ലെങ്കിലും ഹെയർ പിൻ അല്ല, ബട്ട് സ്റ്റിൽ ബെൻസ് ഉണ്ട് കൂടുതലാണ്. സ്ട്രെയിറ്റ് റോഡ് ഇല്ലേ, സ്ട്രെയിറ്റ് വ്യൂ മുകളിലേക്ക്. ഇപ്പൊ കോവിഡ് പ്രശ്നമായാലും തിരക്കൊക്കെ നല്ലോണം ഉണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ ഹെയർ പിൻ ബെൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ, വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് കയറിയപ്പോൾ ചെറിയൊരു ചായക്കട കണ്ടു. അപ്പോൾ ആ ചായക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ പൂക്കോട്ട് ലേക്കിലേക്ക് പോവാണ്. പൂക്കോട്ട് ലേക്ക് ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 1.5 കിലോമീറ്റർ ഉള്ളൂ. You don't even know me like that. Are you pressed for time? Put you in my mind. Come a little closer like that. Staying up all night, throwing drinks back. Blue eyes smiling. സോ ഗൈസ്, അങ്ങനെ പൂക്കോട് ലേക്ക് എത്തി. നമ്മൾ ഇവിടെ വീഡിയോ ക്യാമറേനെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം. സോ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറ അലൗഡ് ചെയ്തേക്കണം. അവർ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് പാസ് ഉണ്ട്. സോ ക്യാമറയുടെ പാസ്സൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ അതേ അകത്തേക്ക് വന്നു. സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന്, ഞാൻ കാണിച്ചുതരാം. സോ ഇവിടെ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചിൽഡ്രൻ പാർക്കുണ്ട്, ചെറുതായിട്ടൊരു ബോട്ടിങ്ങും ഉണ്ടാവും അവിടെ. ഇറ്റ്സ് ലൈക്ക് പ്രോപ്പർ ഡീസൻറ്റ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ, ഒരു ഹിൽ സ്റ്റേഷന്. ഗൈസ്, ഇതാണ് പൂക്കോട് ലേക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 കിലോമീറ്റർ, കൽപ്പറ്റത്തിനേക്കാൾ ഒരു 15 കിലോമീറ്റർ മുമ്പുള്ള ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇത് 13 ഏക്കർ ലാൻഡിൽ സ്പ്രെഡായി കിടക്കുന്ന ഒരു ലേക്കാണിത്. സോ ഇതിൽ ലില്ലി റോസസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ പ്രൈസ് ചാർജസ് ഉണ്ട്. അറൗണ്ട് 5 rupees ഫോർ അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ അപ് ടു ₹2. സോ ഭയങ്കര മിനിമം എമൗണ്ടാണ്. നിങ്ങൾക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാം. ഫ്രഷ് വാട്ടർ ഫിഷസ് അക്വേറിയം. ഗൈസ്, വി ഹാവ് റീച്ച് ദ അക്വേറിയം. സോ ഇതാണ് ഫ്രഷ് വാട്ടർ ഫിഷസ്. പിന്നെ ഏത് ഫിഷസ് ആണ്? അക്വേറിയം ഫിഷസ് അല്ലേ ഇതൊക്കെ? സോ ഗൈസ്, അങ്ങനെ പൂക്കോട് ലേക്ക് കഴിഞ്ഞു. വി ആർ മേക്കിംഗ് അവർ മൂവ് ഔട്ട്.
ആൻഡ് ഇത് വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് സം കൈൻഡ്സ് ഓഫ് സ്മോൾ ലേക്ക് ഉണ്ട്, ചെറിയ ഫ്രഷ് വാട്ടർ ഏരിയാസൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ഡെഫിനറ്റ്ലി കം ആൻഡ് ഹാവ് എ വിസിറ്റ് ഹിയർ. സോ അപ്പോൾ നമ്മൾ പൂക്കോട് ലേക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. വി ആർ ഓൺ ദ വേ ബാക്ക് ടു അവർ കാർ പാർക്കിംഗ്. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രേറ്റ് പോകുന്ന കൽപ്പറ്റയായിരിക്കും. കൽപ്പറ്റ ഇവിടെ നിന്ന് എത്ര 15 കിലോമീറ്റേഴ്സാണെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കവറായി. പൂക്കോടിലേക്ക് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി നമ്മൾ പോകുന്ന കൽപ്പറ്റയിൽ എവിടെയെങ്കിലും നല്ല ഹോട്ടൽ കിട്ടുവാണെങ്കിൽ വിൽ ഹാവ് അവർ ലഞ്ച്. അതിനുശേഷം നമ്മൾ കൽപ്പറ്റ ടു സുൽത്താൻ ബത്തേരി പോകും. നമ്മൾ ഡയറക്റ്റ് സുൽത്താൻ ബത്തേരി പോകണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ, അതുകൊണ്ട് ചിലപ്പോൾ ടൈം ആവും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1 o'clock അടുത്തായി. സോ ഇനി ഒരുപാട് ലേറ്റ് ആവാൻ ഞങ്ങൾക്ക് പ്ലാനില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്തിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആക്കണമെന്നും ശരിയല്ല. സോ വിൽ ഹാവ് സം ലഞ്ച് ഇൻ കൽപ്പറ്റ. അതിനുശേഷം ആഫ്റ്റർ ലഞ്ച് ഞങ്ങൾ കൽപ്പറ്റ ടു സുൽത്താൻ ബത്തേരി പോകാനുള്ള പ്ലാനാണ്. കൽപ്പറ്റ ഒരു ടൗണാണ്, ഒരു ചെറിയ ടൗണാണ്. സുൽത്താൻ ബത്തേരി പോകണമെങ്കിലും ഒരു ചെറിയ ടൗണാണ്. അവിടെ 2-3 സ്പോട്ട്സൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു സ്പോട്ടാണിത്. ഇനി അടുത്ത സ്പോട്ട് ഞങ്ങൾ ഇനി റിട്ടേൺ പോകുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളത് കവർ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തണം. ഞങ്ങൾക്ക് മെയിൻ ഞങ്ങളുടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തണം. അപ്പോൾ സോ അത് എത്തിയ ശേഷം പിന്നെ അവിടെ നിന്ന് ലഗേജൊക്കെ അൺലോഡ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ അവിടെ വല്ല അടുത്ത വല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ഞങ്ങൾ കാണും. അപ്പോൾ അതാണ് ഇപ്പോഴത്തേക്കുള്ള പ്ലാൻ. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് ഞങ്ങൾ കൽപ്പറ്റ ടൗണിലേക്ക് പോയി. ഞങ്ങൾ ടൗണിൻ്റെ അകത്തേക്ക് പോയി ഉടുപ്പി റെസ്റ്റോറൻറ്റ് അവിടെ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു ഉടുപ്പി ഹോട്ടലിൽ. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7 കിലോമീറ്റേഴ്സ് ഉണ്ട് സുൽത്താൻ ബത്തേരി. അവിടെ നിന്ന് പിന്നെ ടൗണിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഡയറക്റ്റ് ഹോട്ടലിലേക്ക് തന്നെ ഞങ്ങൾ പോവാണ്. So guys, our day 1 of beautiful Wayanad trip comes to an end. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയി in the night, and this property is actually very beautiful. It is actually a home stay. I will give the contact details in the description box. You can check it out. ഇപ്പോൾ ഒരുപാട് ഇരുട്ടായി, സോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണിക്കില്ല. Tomorrow after getting up, I'll give you a proper room tour as well as a proper property tour. ഇറ്റ് ഈസ് എ ഹോം സ്റ്റേ. ഇത് ഹോം സ്റ്റേ അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സെക്യൂർ ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. ഇറ്റ് ലുക്സ് ലൈക്ക് എ റിയലി ഗുഡ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് റിയലി എ വെരി കംഫർട്ടബിൾ ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ അറ്റ് ഇറ്റ്സ് പ്രൈസ്. ഇറ്റ് ഈസ് വെരി അഫോർഡബിൾ. ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഞാൻ ഇതുവരെ വേറെ എവിടെയും ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ട്, ഇങ്ങനത്തെ ഒരു സ്പോട്ടിന് ഇത്ര അഫോർഡബിൾ ആയിട്ടൊരു ഹോട്ടൽ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദ ഡീറ്റെയിൽസ് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇഫ് യു ആർ വില്ലിംഗ് ടു സ്റ്റേ ഇൻ വയനാട്, യു ക്യാൻ കം ആൻഡ് വിസിറ്റ് ദിസ് പ്രോപ്പർട്ടി. We had a good lunch, then afterwards we came back to our room. ഞങ്ങൾ റൂം വന്ന് ലഗേജൊക്കെ അൺലോഡ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വി വെൻറ്റ് ടു ദ ജെയിൻ ടെമ്പിൾ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ജെയിൻ ടെമ്പിൾ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയില്ല, സോ ഐ കുഡൻറ്റ് ഷൂട്ട് ദ ജെയിൻ ടെമ്പിൾ. ഇറ്റ് ഈസ് ആൻ ആർക്കിയോളജിക്കൽ സൈറ്റ് ആൻഡ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഇഫ് യു വാണ്ട് ഐ വിൽ ഷെയർ ദ പിക്സ് and you can see the pics on my Instagram stories and post. So it is really a good place to visit. So the day 1 of our Wayanad trip series comes to an end. So നാളത്തെ കാര്യം day 2 we are going to see some more places. നാളെ we are going to explore the whole Wayanad. Maximum നമ്മൾ എത്രയൊക്കെ കാണാൻ പറ്റും ഒരു ഡേയിൽ we are going to explore the whole day. So നിങ്ങൾക്ക് നാളത്തെ വ്ളോഗിൽ or the next day 2 വ്ളോഗിൽ you will be able to see a lot of places if you are definitely willing to visit. So please wait for my other videos and subscribe to my channel. Like ചെയ്യാൻ മറക്കരുത്. This is the first time I am making a travel vlog from car. So please support my videos and please support my channel. Stay tuned. Subscribe. Bye. Bye.